ഹലോ. ഉം. ഇന്നലെ എന്തുണ്ട് ഉറങ്ങിയിട്ട് വേഗം ഉറങ്ങിനാ കഥയെല്ലാം പറഞ്ഞിട്ട്? ഏ? ഇന്നലെ നീ എന്നെ കഥ പറഞ്ഞ് മൂഡ് സെറ്റാക്കിയിട്ട് നീ കിടന്നുറങ്ങിയാ തിയേറ്ററിലെ കാര്യമെല്ലാം പറഞ്ഞിട്ട്? ഇല്ല, ഉണ്ടായേ ഉറങ്ങാൻ ശരിക്കും പറ്റിയിട്ടില്ല. ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. നിങ്ങൾ അതിന്റെ മേലെ എന്തെല്ലോ പറഞ്ഞു മറ്റേ നമ്മളെ മനസ്സന്നെ ഇതാക്കിയില്ലേ. ഉഹും. പിന്നെ ഇത് തിയേറ്ററിൽ കണ്ടത്. പിന്നെ ഉം. ഇത് വന്നിട്ട് നീ കേൾക്കുമ്പോ അതെല്ലാം ഉറക്കം പറഞ്ഞിട്ട് വരുന്നില്ല. ഉറക്കം വരുന്നില്ല. നീ ഇപ്പോഴും വിളിക്കണ്ടേ എന്നാ? നീ അതൊന്ന് പറഞ്ഞു തരാനാ. ആടെന്ന് പറഞ്ഞു തരാനല്ല, ഞാൻ പറഞ്ഞു തരൂലേ എന്താ എങ്ങനെ ഉറങ്ങണ്ടാവും. ഉറങ്ങുമ്പോ കയ്യോടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയാലും പിന്നെ നമ്മളെ ആദ്യത്തെ നാട്ടിലുള്ള സംഭവമൊക്കെ ഇങ്ങനെ പറന്ന് ഉറക്കത്ത് വന്നു. ഓരോരോ സംഭവം കാണാൻ ഭയങ്കര ശീലമായിരുന്നു. സ്വപ്നം കണ്ട് കിടക്കേണ്ട അവസ്ഥയാവും. സ്വപ്നം കണ്ട് കിടക്കാനൊരു സുഖമില്ലേ? സ്വപ്നം മാത്രം കണ്ടാ പോരല്ലോ. വെറും സ്വപ്നം എന്നല്ല, നമുക്ക് അടുത്ത് തന്നെ സ്വപ്നം ശരിയാക്കാം. ആണോ കാണും. വേറെ സ്വപ്നം ശരിയാക്കാം. കഴിയുന്നതിന് മുമ്പിലാണ് വിചാരിക്കുക. അല്ല, കല്യാണം എല്ലാം കഴിയുന്നതിന് മുമ്പിലാണ് വിചാരിക്കുക കൈയായിട്ടാണ്. ചിന്ത എന്തായാലും പെട്ടെന്ന് ലീവ് ശരിയാകുമെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ വന്നിട്ടാകുമ്പോ എങ്ങോട്ട് പോകും? എവിടെ പോകും? നമ്മള് ഇങ്ങോട്ട് പോകുന്നു. വന്നിട്ടാ എവിടെ പോണ്ടേ? നമുക്ക് വീട്ടിൽ തന്നെ അങ്ങ് നിൽക്കാമോ? ഇതും ചെയ്തുകൊണ്ട് ഒരേ നിൽക്കും തന്നെ. രാത്രിയും പകലെല്ലാം പരിപാടികൾ മാത്രം. കൂട്ടിയും സംഭവങ്ങൾ നടക്കുമ്പോ എനിക്ക് മതിയാവൂലേ? മതിയാവുന്നില്ല, കുറെ കൂടിയിട്ടുള്ളില്ലേ. അതുകൊണ്ട് മതിയാവൂല. അപ്പൊ ശരിക്കും പറഞ്ഞാല് മറ്റേ പൈപ്പ് ലീക്ക് ആയിട്ടാകുമ്പോ വെള്ളം പറിക്കുന്നുണ്ട്. അതുപോലെ സംഭവം ഉണ്ടാവും. അതെ, അതേപോലെ ഉണ്ടാവുമല്ലേ ഞാൻ വന്നു കഴിഞ്ഞാല്. വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് ഇങ്ങനെ തെറിച്ച് കുടിച്ച് അതേ കിടക്കുന്ന തന്നെയായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഫുൾ ടൈം? പുറത്തേടിയും പോണ്ട. ഞാൻ വെച്ച് വന്നിട്ടാകുമ്പോ എവിടെയെങ്കിലും ഒരു ടൂറെല്ലാം പോണ്ടി വരും. ടൂറ് പോയിട്ടുണ്ട് ഹണിമൂൺ ആഘോഷിക്കാന്. കഴിഞ്ഞിട്ട് നമുക്ക് ടൂറെല്ലാം പോകുമ്പോ കുറച്ചും കൂടി സുഖമായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. തണുപ്പുള്ള സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താ പോണ്ടേ? അതിനൊക്കെ നല്ലൊരു എസിയുള്ള റൂമില് താമസിച്ചാ പോരെ? അതെങ്ങനെയാണ്? ആദ്യം ഫുൾ ടൈം തണുപ്പും കിട്ടും. എന്താ പറയാ, ഊട്ടി കൊടൈക്കനാല് ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. നേരം എന്താ പറയാ, നമ്മളെ ഈ ഗെയിം നടക്കുവോ കറക്റ്റായിട്ട്? നടക്കുവോ? നേരം നടക്കും. സമയം വേസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. വീട്ടിൽ ഒരു AC വാങ്ങി വെക്കും. എന്നാ പിന്നെ ഊട്ടി കൊടൈക്കനാലും പോകേണ്ട ആവശ്യമില്ല. റൂമിന്ന് പുറത്തിറങ്ങാണ്ട് നിൽക്കാനാ?
സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഫുൾ ടൈം അല്ലേ ഉം. ഇതെല്ലാം വരുന്ന കാര്യം ഉണ്ടാവും. വന്നൊരു നേരത്തെ പറഞ്ഞല്ല 2-3 ദിവസം കഴിയുമ്പോൾ അയ്യോ എന്നെ കൊണ്ടുപോയി ഞാനിതാ പോണേന്ന് പറയാ. നിങ്ങള് വാ, എനിക്കല്ലേ പറയാൻ പറ്റൂ. ഏ, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ലാത്ത പിന്നെ ഞാൻ പലരെയും നോക്കിയിട്ട് കൊണ്ടുവരും. ഉം. 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 ആന്നുണ്ടാവില്ല. ഉം. ആദ്യത്തെ മുതലാണ് ഇനി വരുമ്പോൾ എനിക്ക് ഒരുപാട് ഡിമാൻഡുകളുണ്ട്. ഉം. അതൊക്കെ ഉണ്ട് ഒരുപാട്. ഇതിന്റെ കുറെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാക്കി വെച്ചിട്ട്. ഉം. ആ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ അതുകൊണ്ട് ഒരുപാട് പൊസിഷൻ. അപ്പോൾ ഒരുപാട് സഹകരണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. സഹകരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുള്ളൂ. സഹായിക്കാണ്ടിരിക്കാൻ ഞാൻ അല്ല അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റാന്നും പറഞ്ഞു. അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റാന്നും പറഞ്ഞേക്കരുത്. സഹകരണം അത്യാവശ്യമാണ്. ഉം. ഉം. ഉറപ്പല്ലേ? പിന്നെ ഇത് പണക്കൊഴൊന്നും കാണിച്ചേക്കണമെന്ന് പറയാം. അങ്ങനെയുണ്ട് ഇനിയുണ്ടോ അങ്ങനെ ഒരുപാട് നീ കാണാൻ ഓരോ സംഭവങ്ങളുണ്ട്. ഇടുന്ന വെച്ചതാ എന്നെ പഠിക്കേണ്ട എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ലല്ലോ. എനിക്കറിയാത്തല്ലേ നമ്മൾ പഠിച്ചിരുന്നു. ഒന്നേ പഠിച്ചാ പോരെ. എന്നാ ഞാൻ പഠിക്കാൻ റെഡി ആയിട്ട് നിൽക്കാം. പഠിക്കാൻ റെഡിയായിട്ട് നിൽക്കണം. അതിൻ്റെ അകത്ത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആണുങ്ങൾക്ക് വെച്ചാൽ എന്താ പറയാ, കാണുമ്പോ ഒരു കണ്ണൊരു സുഖം കിട്ടുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവിക്കും. മാറ്റേണ്ടി വരുമോ? നിന്നെ മാറ്റുന്നുണ്ട്. നീയാണല്ലോ സംഭവം. ഇങ്ങനെ മാറ്റുന്നു. നിന്നെ തന്നെയാണല്ലോ നമ്മളെ ആവശ്യം. ഓർമ്മിച്ചിട്ട് മറ്റേ മോനെ എനിക്ക് പറയുന്നത് എന്റെ ഉറക്കം നടക്കൂല. ഉറപ്പാ. ആമാ ഓർമ്മണ്ട. അതെ, ഇന്നത്തെ ഉറക്കം നടക്കൂല എന്തായാലും. പിന്നെ ഇന്ന് മിക്കവാറും മലവെള്ളപ്പാത്തിലായിരിക്കും. അതെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോ. ഉറക്കത്തായിരിക്കും മലവെള്ളപ്പാത്തിലുണ്ടാവുക. എന്നാലാന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങിയിരിക്കുക. എനിക്ക് പിന്നെ ഇങ്ങനെ വരുമ്പോഴേക്കില് മലവെള്ളവും പാച്ചലൊന്നും ഉണ്ടാവൂലേ? എല്ലാടെ തീർത്തിട്ട് വരുവോ ഇങ്ങനെ പറഞ്ഞിട്ട്? അപ്പൊ ഇങ്ങനെ നീയാടുന്ന ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇത് ഉറയുണ്ടോ ഇങ്ങനെ ഒരു കമ്പടത്തിൽ നോക്കണ്ടേ ഉറയുണ്ടോ? നമുക്ക് അമ്മ ഇങ്ങനെ ഉറ പുറത്തു വേണ്ടി ഒരു ചെറിയ കമ്പടത്തിരിക്കല്ലേ ഉറ പുറത്തേക്ക് വരുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല എനിക്കതിന്റെ ആവശ്യമല്ലേ? അങ്ങനെയല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ നീ അന്ന് പറഞ്ഞാലും തനിയെ പുറത്തേക്ക് പോകും. ഇനിയല്ലേ? ഇനിയല്ലല്ലോ, അല്ലാണ്ട് തന്നെയാണല്ലോ. നോക്കിയിട്ടൊന്നുമില്ല. അല്ലാണ്ട് തനിയ ഉറ പുറത്തേക്ക് പോകും. അത് ഭയങ്കര ഉറവിയാണല്ലോ. അതങ്ങനത്തെ സാധനം അരുവിയാണ്. അപ്പൊ ഇന്നലെ കണ്ട അരുവി പോയിട്ടുണ്ടാവും അല്ലേ?
ഉം. അല്ലേ? ഉം. ഞാൻ പറയാതെ അന്ന് അതെനിക്ക് നിന്റെ ഇന്നത്തെ വാർത്താനം കേട്ടേ തോന്നി നിന്റെ അരുവി പോകുന്നു. അല്ലേ? അതുകൊണ്ട് ചെറിയ സമാധാനമില്ലേ? സമാധാനമൊന്നുമില്ല. സമാധാനിക്കണ്ടെങ്കിൽ നിങ്ങൾ വരണം. ആ? സമാധാനിക്കണ്ടെങ്കിൽ നിങ്ങൾ വരണോ? ഞാൻ പറഞ്ഞാൽ നിന്റെ അരുവി ഞാൻ പുറത്ത് കളയില്ല. അത് ഞാൻ ഏറ്റില്ല. എന്നാ ഞാൻ ഉറങ്ങുന്നു. ഏറ്റാ? എന്നാ ഇന്നും ഇനി ഇന്നത്തെ ഉറവിയും കളയണ്ടാന്ന്. ഇനി അടുത്തെല്ലാം വേഗം പാടാ പിന്നെ